എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കാർ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റുകൾക്കൊക്കെ വളരെയേറെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്തയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ഒരു വാർത്ത പുറത്തു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആയിരിക്കും. മറ്റൊന്നുമല്ല, എലോൺ മസ്കിൻ്റെ ടെസ്ല കാറുകൾ ഫൈനലി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലതവണയായിട്ട് ഇപ്പോൾ 2021 മുതലേ നമ്മൾ പല അഭ്യൂഹങ്ങളും വാർത്തകളും ചർച്ചകളും നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ള കാര്യം പറയുവാണെങ്കിൽ റോയിറ്റേഴ്സ് അടക്കമുള്ള ഇൻ്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത്രത്തോളം ആധികാരികതയുള്ളൊരു ന്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൈനലി ടെസ്ല ഇന്ത്യയിലേക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വർഷം 2021 ആദ്യമായിട്ട് ടെസ്ല കമ്പനി ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് വയ്ക്കുന്നത്. ഞങ്ങളുടെ കാറുകൾ, ടെസ്ല കാറുകൾ ഇന്ത്യയിൽ വിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ടെസ്ല മുമ്പോട്ട് വെച്ച ഒരു രീതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വിദേശത്ത് നിർമ്മിച്ച കാറുകൾ, അതായത് ഓൾറെഡി അവർ നിർമ്മിക്കുന്ന കാറുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ശേഷം അതിവിടെ വിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്, കാറുകൾ ഇവിടെ തന്നെ നിർമ്മിച്ചോളൂ, ഇവിടെ തന്നെ ഫാക്ടറി കെട്ടാനുള്ള എല്ലാവിധ ടെക്നോളജിക്കൽ സപ്പോർട്ടും ഞങ്ങൾ തരാം, എല്ലാത്തരം റോ മെറ്റീരിയൽസും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്, ലേബർ അവൈലബിൾ ആണ്, എല്ലാം വളരെ ചീപ്പായിട്ട് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ടെസ്ലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടെസ്ല അതിന് ഒരു സമ്മതമല്ലായിരുന്നു. അവർക്ക് ആദ്യം ടെസ്റ്റ് അടിച്ച് നോക്കണമായിരുന്നു. അതായത് ടെസ്ല കാറുകൾ ഇന്ത്യൻ റോഡുകൾക്ക് ഉചിതമാകുമോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് ഉണ്ടാകുമോ, കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു. മാത്രമല്ല വർഷം 2021 അന്ന് ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് കാറുകൾ വരുന്നൊരു സമയമായിരുന്നു. അത് ഇപ്പോഴൊക്കെയാണ് വളരെ കൂടുതലായിട്ട് വ്യാപകമായിട്ട് നമുക്ക് റോഡുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രിക് കാറുകൾ കാണാൻ സാധിക്കുകയല്ലേ. അപ്പോൾ ടെസ്ലയ്ക്ക് അതായിരുന്നു സംശയം. ഇലക്ട്രിക് കാറുകൾ, പ്രത്യേകിച്ച് ടെസ്ല പോലുള്ള കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആദ്യമേ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുമോ എന്നൊരു സംശയം ടെസ്ലയ്ക്ക് ഉണ്ടായിരുന്നു. മറിച്ച് അവർ ഇന്ത്യയിൽ കാറുകൾ വിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചല്ലോ, അതിന്റെ പിന്നിലെ ഫാക്ടർ മറ്റൊന്നാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് കാറുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ ഇത്ര രാജ്യങ്ങളുള്ളതിൽ ഈ കാറുകളുടെ വിൽപ്പനയിൽ നമ്മൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമുക്ക് മുകളിൽ അമേരിക്ക, ചൈന, ജപ്പാൻ മാത്രമാണുള്ളത്. അപ്പോൾ അത്രത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി, അത്രത്തോളം സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ കാർ വിൽപ്പനയിൽ എന്ന് ടെസ്ലയ്ക്ക് അറിയാമായിരുന്നു അല്ലേ. പക്ഷേ പിന്നീട് ആ ചർച്ചയിലൂടെ വന്നിട്ടുള്ള കുറച്ച് വാർത്തകളും കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല എലോൺ മസ്ക് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഇമ്പോർട്ട് ടാക്സ്, അതായത് ഒരു കാർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം, അതിന് ഒരുപാട് ടാക്സ് കൊടുക്കണം. മാത്രമല്ല ടെസ്ല പോലുള്ള ആഡംബരക്കാരന് ഇവിടെ വളരെ വലിയൊരു ടാക്സ് അവർ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്, ഭാവിയിൽ നോക്കാം എന്നും പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ മെയിലാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ച നടക്കുന്നത്. അന്നും ഒരു പോസിറ്റീവായിട്ടുള്ള, അതായത് ഒഫീഷ്യൽ ഒന്നും ആയിട്ടില്ല, ചെറിയ ചെറിയ സൂചനകൾ ഇതുപോലെ തന്നെ, അതായത് ടെസ്ലയ്ക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നൊരു വാർത്ത മാത്രമായിരുന്നു നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമായിരുന്നുള്ളതല്ലേ. പക്ഷേ കഴിഞ്ഞ മാസം ജൂൺ മാസം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ സാക്ഷാൽ എലോൺ മസ്കുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എലോൺ മസ്ക് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമായിരുന്നു. അതായത് എലോൺ മസ്ക് പറയുകയാണ്, താൻ നരേന്ദ്രമോദിയുടെ ഒരു ഫാനാണ്, ഒരു ആരാധകനാണ് എന്നുള്ള വരിയായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം എലോൺ മസ്ക് കൂട്ടിച്ചേർത്തത്, ശ്രീ നരേന്ദ്രമോദി തന്റെ രാജ്യത്തെ ഒരുപാട് സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ചെലുത്തുന്ന ശ്രദ്ധ വളരെ പ്രശംസനീയമാണ്. ഇതുവരെ ഒരു രാജ്യവും തരാത്ത ഓഫറും ആനുകൂല്യങ്ങളുമാണ് ഇന്ത്യ, നരേന്ദ്രമോദി ഞങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മുതലേ ടെസ്ലയും ഇന്ത്യയുമായിട്ട് പതുക്കെ കൈകോർക്കുകയായിരുന്നു. അപ്പോൾ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, നേരത്തെ തീരുമാനിച്ച പ്രകാരം, അതായത് വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ടെസ്ല കാറുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ടാക്സ് ഒക്കെ വളരെ കുറച്ച് കൊടുക്കുമായിരിക്കാം, അങ്ങനെ ഇവിടെ സെയിൽ ചെയ്യുമായിരിക്കാം എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ഇന്നേ ദിവസം വന്നിട്ടുള്ള ന്യൂസ് എന്തെന്ന് കഴിഞ്ഞാൽ, നേരെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുകയല്ല, മറിച്ച് ഇന്ത്യയിൽ ടെസ്ലയുടെ ഒരു ഫാക്ടറി വരുന്നു എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ ടെസ്ലയുടെ ഫാക്ടറി, എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ ഫാക്ടറി അതേപടി വരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ ഒരു ഫാക്ടറിക്ക് പ്രതിവർഷം 5 ലക്ഷം കാർ യൂണിറ്റുകൾ, 5 ലക്ഷം ടെസ്ല കാറുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ളതായിരിക്കും. മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ടെസ്ല കാറിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ്, വില എന്ന് പറയുന്നത് ഏകദേശ വിലയാണ്, ഉദ്ദേശിക്കുന്ന വിലയാണ് റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്, ഏകദേശം 20 ലക്ഷം രൂപ വില മാത്രമാണ്. നമുക്കറിയാം സാധാരണ ഒരു അത്യാവശ്യം നല്ല കാർ മേടിക്കണമെങ്കിൽ തന്നെ ആ ഒരു പ്രൈസിലേക്ക് വരും. പക്ഷേ ടെസ്ല ഇന്ത്യയിലായതുകൊണ്ട് അത്രയും റേറ്റിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഭാവിയിൽ അത് കൂടുമായിരിക്കാം. പിന്നെ കുറച്ച് ടാക്സും, അത് എക്സ്ഷോറൂം പ്രൈസ് ആണല്ലോ, അതിനൊപ്പം റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഗവൺമെൻറ് ടെസ്ലയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാത്തരം സൗകര്യങ്ങളും, എല്ലാത്തരം ടെക്നിക്കൽ സപ്പോർട്ടും, എല്ലാത്തരം ടാക്സ് ഇളവുകളും ബെനിഫിറ്റുകളും എല്ലാം ഇപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യൻ നിരത്തുകളിൽ കാണാൻ പറ്റുന്ന ഇലക്ട്രിക് കാറുകൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഹുണ്ടായുടെ ഉണ്ട്,
ടാറ്റ നെക്സോൺ EV ഉണ്ട്, അതുപോലെ തന്നെ MGയുടെ ഉണ്ട്, തുടങ്ങിയ കാറുകളൊക്കെയാണല്ലേ. അപ്പോൾ ഇവർക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയേക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതെന്ന്. തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുമ്പോഴേക്കും എന്താകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസ് ചുരുക്കമായിരിക്കും അല്ലേ. വിദേശത്ത് നിന്ന് ഒരു കാർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് അങ്ങോട്ട് വിൽക്കുമ്പോഴേക്കും വലിയ ടാക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ അതൊക്കെ വളരെ വെട്ടിച്ചുരുക്കി എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 20 ലക്ഷം രൂപയിലേക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ റോഡിലൂടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ പച്ച ബോർഡ് വെച്ച കാറുകൾ ഓടുന്നില്ലേ, ആ കാറ് കമ്പനികൾക്ക് ഒരു വെല്ലുവിളിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്തെന്ന് കഴിഞ്ഞാൽ നിലവിൽ പരിചയസമ്പന്നമായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളുകൾ ഉൽപ്പാദിപ്പിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട്, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ആദ്യത്തെ കാർ നിർമ്മിച്ചൂടെ എന്നുള്ളതാണ്. പക്ഷേ ടെസ്ലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പോളിസി ഉണ്ട്, എല്ലാം ഇൻ ഹൗസ് ആയിരിക്കണം എന്നാണ് ടെസ്ല കൊടുത്ത മറുപടി. അതായത് തങ്ങൾക്ക് സ്വന്തമായിട്ട് എല്ലാം വികസിപ്പിക്കണം, എങ്കിൽ മാത്രമേ തങ്ങളുടെ ക്വാളിറ്റിയും ആ ഒരു സ്റ്റാൻഡേർഡും അതേപടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ടെസ്ലയുടെ മറുപടി. അപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഒറ്റവാക്കി പറയുവാണെങ്കിൽ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയും എലോൺ മസ്കും അമേരിക്കയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചർച്ചയുടെ അന്തിമ ഫലമായിട്ട് എലോൺ മസ്ക് ഇന്ത്യയിൽ ഒരു ടെസ്ല ഫാക്ടറി നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു കാറിന്റെ പ്രൈസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 20 ലക്ഷമാണല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ജിയോ പൊളിറ്റിക്സ് ആണ്. നമ്മുടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കണം അല്ലേ. അതായത് ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാർ ഫോർ ചിപ്സ് അല്ലെങ്കിൽ വാർ ഓൺ ചിപ്സ് എന്നും പറഞ്ഞു. അതായത് അമേരിക്കയും ചൈനയും കൂടെ സെമി കണ്ടക്ടർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അത് വലിയൊരു ആഗോള പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അവസാനം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു, നമുക്ക് ഇന്ത്യക്ക് ഇത് എങ്ങനെയായിരിക്കും ഗുണമായി മാറുക എന്നല്ലേ. അപ്പോൾ അതൊരു ഗസ് മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ വലിയ കമ്പനീസ്, അതായത് ടെസ്ലയ്ക്കും ആപ്പിളിനും അടക്കം ചൈനയിൽ വലിയ വലിയ ഫാക്ടറീസ് ഉണ്ട്, അവരൊക്കെ ഈ പ്രശ്നം രൂക്ഷമാകുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല, എന്തായാലും സംഭവിച്ചു, അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭൂരിഭാഗം ഇലക്ട്രോണിക്സിന്റെ നല്ലൊരു ശതമാനവും ചൈനയിലാണല്ലോ. നമ്മളുടെ വീട്ടിലെ നല്ലൊരു ശതമാനം ഇലക്ട്രോണിക് സാധനങ്ങളുടെ പുറത്ത് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്സ്, ചിലപ്പോൾ ബാറ്ററി ആകാം അല്ലെങ്കിൽ ചാർജർ ആകാം, എന്തുവാണെങ്കിലൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്നത്, ആപ്പിൾ ഐഫോണൊക്കെ ഇല്ലേ, ആപ്പിൾ എന്ന് പറയുന്നതും ടെസ്ല എന്ന് പറയുന്നതും അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കമ്പനികൾക്കും ചൈനയിൽ വലിയൊരു ഗിഗാ ഫാക്ടറി ഉണ്ട്, വലിയൊരു ബ്രഹ്മാണ്ഡ ഫാക്ടറി ഉണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ഈ കമ്പനികൾ ചൈനയിൽ പോയിട്ട് ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് അവിടെ ഉൽപ്പാദനം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ സെമി കണ്ടക്ടർ ലഭ്യതയും അതോടൊപ്പം ചീപ്പ് ലേബർ, അവിടെ വില കുറഞ്ഞ ജോലിക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടും എന്നുള്ളതൊക്കെ കൊണ്ടായിരുന്നല്ലേ. പക്ഷേ ഈ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു 8 മാസം മുമ്പ് ചില പ്രശ്നങ്ങൾ വരികയാണ്. അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈന ആണെങ്കിൽ കൂടിയിട്ട് അവർക്കത് ഉൽപ്പാദിപ്പിക്കാനുള്ള മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ അത്രത്തോളം അത്യാധുനികമായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയായിരുന്നു. 128 ലെയറുള്ള സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻസ് ആയിരുന്നു ചൈനയ്ക്ക് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15-20 കൊല്ലം മുമ്പ് ചൈന എന്ന് പറയുന്നത് സാധാരണ ഒരു രാജ്യം മാത്രമായിരുന്നു അല്ലേ, ഒരു ലോകശക്തിയൊന്നും അല്ലായിരുന്നു. US തന്നെയായിരുന്നു അന്നും ഇന്നൊക്കെ ലോകശക്തിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ നിലവിൽ ഈ ഒരു 2022 അല്ലെങ്കിൽ 2023 എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈന കയറി ഒരു ലോകശക്തിയായിട്ട് വരികയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അത് പിടിക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ചൈന അമേരിക്കയുടെ ഒപ്പം വളർന്നു വരികയാണ്, അല്ലെങ്കിൽ ഇനി പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുകളിൽ പോകുമെന്നൊരു പേടിയെന്നും അമേരിക്കയ്ക്കുണ്ട്. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇത് അമേരിക്കയുടെ സ്വാർത്ഥതയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ. അല്ല, ഇത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. അതിൽ ഒരു രാജ്യത്തിന് മുകളിൽ ഒരു രാജ്യം വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഭീഷണിയാണ്. കാരണം ചൈന എന്ന് പറയുന്ന അത്രത്തോളം ന്യൂക്ലിയർ പവറും ആർമി പവറും ഒക്കെയുള്ള രാജ്യമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അതൊരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അമേരിക്ക പാസ്സാക്കിയാണ്. US കോൺഗ്രസിൽ ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കിയത് ഇനി മുതൽ നമ്മൾ ചൈനയ്ക്ക് ഈ ഒരു മെഷീൻ സപ്ലൈ ചെയ്യുന്നത് കുറയ്ക്കുകയാണ്. മറിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുക. അത് ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട അല്ലെങ്കിൽ വൻകിട വ്യവസായകരെ പ്രോത്സാഹിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് $52 ബില്യൺ സബ്സിഡിയായി കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചൈനയിലുള്ള അമേരിക്കൻ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന അമേരിക്കക്കാർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സിറ്റിസൺഷിപ്പിനെ, പൗരത്വത്തെ ബാധിക്കും എന്നുള്ള കാര്യമാണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണിയായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന അമേരിക്കക്കാരോട് തിരിച്ചു പോകാനല്ലേ. അപ്പോൾ ചൈനയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ രൂക്ഷമാവുകയാണ്. ഈ ഒരു കമ്പനികൾക്കൊക്കെ ഇത്രയും കാലം എല്ലാ തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സും ചീപ്പ് ലേബേഴ്സും അമേരിക്കക്കാരനോട് വർക്ക് ചെയ്യാനും അങ്ങനെ എല്ലാത്തരം സാഹചര്യങ്ങളും ഒത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ കമ്പനികളെല്ലാം ചൈനയിലേക്ക് പോയി അവിടെ വലിയ ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്ത് അവിടെ ഉൽപ്പാദനം നടത്തുന്നതല്ലേ.
പക്ഷേ സെമി കണ്ടക്ടർ ഈ ഒരു ചിപ്പ് ക്ഷാമം രൂക്ഷമായപ്പോഴേക്കും, അതാണ് അതിൻ്റെ ഒറ്റ വാക്ക്, ചിപ്പ് ക്ഷാമം രൂക്ഷമായപ്പോഴേക്കും പല കമ്പനീസും മാറി ചിന്തിക്കുകയാണ്. പ്രധാനമായിട്ടും എല്ലാ കമ്പനീസിനും കണ്ണുള്ളത് ഏഷ്യൻ രാജ്യങ്ങളിലാണല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1980 അല്ലെങ്കിൽ 90 കാലഘട്ടങ്ങളിലൊക്കെ ഇത്രത്തോളം ടെക്നോളജിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? നാളെ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണമാണല്ലേ. അത്രത്തോളം ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസും എല്ലാ ടെക് ജയൻസും ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ഒരു യൂണിറ്റ് ഉടനെ വരുമെന്നുള്ള വാർത്തകളും അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടെസ്ലയുടെ ഫാക്ടറി ഇപ്പോൾ ഇന്ത്യ വരുന്നുണ്ടല്ലേ. ആ ഫാക്ടറിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാത്രമല്ല സപ്ലൈ ചെയ്യുന്നത്, മറിച്ച് ഏഷ്യൻ പസഫിക് കൺട്രീസിൻ്റെ ഒരു എക്സ്പോർട്ടിംഗ് കേന്ദ്രം കൂടെയായിട്ടായിരിക്കും ഈ ഒരു മെഗാ ഫാക്ടറി പ്രവർത്തിക്കുക എന്ന് കൂടിയിട്ടാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഗംഭീരമാകും. ഈ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ ഒരു പ്രതിസന്ധി, അത് ആ പ്രശ്നം രൂക്ഷമായപ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് പലതരത്തിൽ ബെനിഫിറ്റ് ആകാൻ പോകുന്നത്. ഇനി ഭാവിയിൽ ഒരുപാട് കമ്പനീസ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അതിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. സ്പെഷ്യൽ മടപ്പള്ളി സൈനിങ് ഔട്ട്.